ഇന്ന് നമ്മൾ പറയുന്നത് ഏർക്കാനയുടെ കഥയാണ്. വടക്കൻ മലബാറിലുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണ് ഏർക്കാന. ഈ വടക്കൻ മലബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കാസർഗോഡ് അതിർത്തിയും അതുപോലെ കർണാടകത്തിൻ്റെ അതിർത്തിയൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഏർക്കാന എന്ന സാങ്കല്പിക ഗ്രാമം. അവിടുത്തെ വളരെ അസാധാരണരായിട്ടുള്ള മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെയും കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരു കഥയുണ്ട്, PV ഷാജികുമാർ എഴുതിയ മരണവംശം. കുഞ്ഞമ്മാർ ഏർക്കാനയിലേക്ക് വരുന്നത് പൂക്കിൾ വളപ്പിലെ വെള്ളച്ചിയുടെ മകൻ കോമനെ മംഗലം കഴിച്ചിട്ടാണ്. അത് കുഞ്ഞമ്മാറിന്റെ 6ാമത്തെ മംഗലം. കുഞ്ഞമ്മാർ ആദ്യം മംഗലം കഴിക്കുന്നത് ഉള്ള 10ാമത്തെ വയസ്സിലാണ്. അപ്പൊ ആദ്യത്തെ മംഗലം കഴിഞ്ഞ് അവള് കെട്ടിയോന്റെ ചാപ്പയിൽ വന്നപ്പോ കെട്ടിയോൻ റാക്കും മോന്തി ഉമ്മർത്ത് കിടന്നുറങ്ങിപ്പോയി. അന്ന് രാത്രി കുഞ്ഞമ്മാറിന് ഉറങ്ങാൻ പറ്റിയില്ല. അവള് കെട്ടിയോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ കൂട്ടുകാരി ചപ്പലെ വിളിച്ചുണർത്തി. അവർ രണ്ടുപേരും വെളുക്കുവോളം കൊത്തങ്കല്ല് കളിച്ചിരുന്നു. ഈ പുതിയ പുടവയുടെ മണം ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞമ്മാർ ഓരോ മംഗലത്തിനും തല കുനിക്കുന്നതെന്ന് അവളുടെ അച്ഛനും അമ്മയും എപ്പോഴും പറഞ്ഞു ചിരിക്കും. കുഞ്ഞമ്മാർ പുതിയ പുടവകളുടെ ഗന്ധം ഇങ്ങനെ മണത്ത് എല്ലാം മറന്നു നിൽക്കും. എന്തായാലും ഏർക്കാനയിലെ അള്ളത്തടുക്കയിൽ നിന്ന് ഹോമം വന്നപ്പോ അവളൊന്നും നോക്കിയില്ല. ഹോമന്റെ കയ്യും പിടിച്ച് ഏർക്കാനയിലെ അള്ളത്തടുക്കയിലെ ഹോമന്റെ ചാപ്പയിലേക്ക് വെള്ളച്ചിയുടെ ഒപ്പരം കുഞ്ഞമ്മാർ പോയി. മംഗലം കഴിഞ്ഞതിന്റെ 3ാമത്തെ ആഴ്ച കോമൻ ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ട്. കഠിനവ്രതമാണേ, 41 ദിവസത്തെ കഠിനവ്രതം. ഈ അന്നത്തെ കാലത്തൊക്കെ ശബരിമലയ്ക്ക് പോവുക എന്ന് പറഞ്ഞാലേ നടന്നു വേണം പോവാൻ. ഇത്രയും ദൂരം താണ്ടി പോയവര് ചിലപ്പോഴേ മടങ്ങി വരും. പോയവരൊക്കെ ആ വഴി പോയി. അങ്ങനെയും ചരിത്രവും. എന്തായാലും കോമൻ ചരണം വിളിച്ച് വീടിറങ്ങുമ്പോ വെള്ളച്ചി കരഞ്ഞു. കുഞ്ഞമ്മാറിന്റെ നാത്തൂമാരും കരഞ്ഞു. കുഞ്ഞമ്മാർ മാത്രം കരഞ്ഞില്ല. അല്ല, കരയാൻ മാത്രം ഒന്നും കോമൻ കുഞ്ഞമ്മാറിന് കൊടുത്തിട്ടുമില്ല. പക്ഷെ അന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് പായയിൽ കിടക്കുമ്പോ കുഞ്ഞമ്മാറിന് കരച്ചിൽ വന്നു. കുഞ്ഞമ്മാർ ഏങ്ങി കരഞ്ഞു. 4 മാസം കഴിഞ്ഞപ്പോ കോമന്റെ കൂടെ മലയ്ക്ക് പോയ ഒരു സ്വാമി തിരിച്ചു വന്നു. അരവണ ഉമ്മർത്ത് വെക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു കുറിപ്പും കൂടി വെച്ച്. കുറിപ്പിതാണ്, ആന്ധ്രയിൽ വന്ന ഏതോ ഒരു സ്വാമിയുടെ കൂടെ കോമൻ തിരുപ്പതിക്ക് പോയി. അപ്പൊ വെള്ളച്ചി ഓർത്ത് 28ാമത്തെ വയസ്സ് കഴിഞ്ഞാല് കോമന് ദൈവവിളി ഉണ്ടാവുമെന്ന് ഏതോ ഒരു പണിക്കര് കവടി നിരത്തി പറഞ്ഞിട്ടുണ്ട്. കോമൻ ആ വഴിക്ക് പോയി. എന്നാലും എന്റെ കുഞ്ഞമ്മാറിനെ നീ ഓർത്തില്ലല്ലോ എന്ന് വെള്ളച്ചി കരഞ്ഞു. കുഞ്ഞമ്മാർ എങ്ങും പോയില്ല. വെള്ളച്ചിയുടെ കൂടെ നാത്തൂമാരുടെ കൂടെ ആ ചാപ്പയിൽ തന്നെ കൂടി. അപ്പൊ ആ ഇടയ്ക്കാണ് കാട് വെട്ടി തീയിട്ട് പുനമിറക്കാൻ നാട്ടുകാര് തീരുമാനിച്ചത്. കുഞ്ഞമ്മാറും വെള്ളച്ചിയും കാട് കയറി. അവര് പകലന്തിയോളം പണിയെടുത്ത് പുനത്തിൽ കൃഷി ഇറക്കി അധ്വാനിച്ച് രാത്രിയിൽ ക്ഷീണമകറ്റാൻ അവര് രണ്ടാളും റാക്കടിച്ച് മണ്ണിൽ ചുരുണ്ട് കിടന്ന്. ഈ ഇടയ്ക്ക് വെള്ളച്ചി അറിയാത്ത ഒരു വിത്തും കൂടി ആ പുനത്തിൽ മുളച്ചു കേട്ടോ. ആ സ്നേഹവിത്തിന്റെ ഒരു തലയ്ക്കല് കുഞ്ഞമ്മാറായിരുന്നു, മറുതലയ്ക്കല് ഒരു അന്യൻ, കൊട്ടൻ എന്നായിരുന്നു അവന്റെ പേര്. കാടിന് തീയിടാൻ കൊട്ടൻ വന്ന അന്നു മുതല് കുഞ്ഞമ്മാറിന്റെ മനസ്സിൽ കയറി ഇരിപ്പായി. കൊട്ടൻ എന്തിനും പോന്നവനാണ്. രാത്രിയൊന്നും പകലൊന്നും
ഇല്ലാതെ കഷ്ടപ്പെടുന്നവൻ, നല്ല വേട്ടക്കാരൻ, ഉശിരുള്ളവൻ, കോഴികളെ കൊണ്ട് പോര് നടത്തുന്നവൻ, ഉശിരുള്ള ഒരാണ്. കുഞ്ഞമ്മാറിന് പൊട്ടനോട് പ്രണയം തോന്നി. കുഞ്ഞമ്മാറും പൊട്ടനും ആ പുനത്തിലും തീയിട്ട കാട്ടിലുമൊക്കെ പ്രണയിച്ചു. അവരുടെ സ്നേഹം അകലാനാവാത്ത വിധം അവരെ അടുപ്പിച്ചു. കോമേട്ടൻ ഇനി വരുമോ അമ്മേ? ചാപ്പയുടെ ഉമ്മറത്ത് വെള്ളച്ചിയുടെ തലയിലെ പേൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ കുഞ്ഞമ്മാർ വെള്ളച്ചിയോട് ചോദിച്ചു. കുഞ്ഞമ്മാർ എടുത്തു കൊടുക്കുന്ന പേനുകളെ നഖത്തിന്റെ ഇടയിൽ കിടത്തി വധശിക്ഷ വിധിക്കുന്നതിന്റെ ഇടയില് വെള്ളച്ചി കേട്ടില്ലെന്ന് വിചാരിച്ച് കുഞ്ഞമ്മാർ ഒരിക്കൽ കൂടി ചോദിച്ചു. എടാ വരാൻ, ഓനെ ദൈവം കൂടോത്രം വെച്ച്. വെള്ളച്ചിയുടെ തൊണ്ടയിടത്. മോളെ, ഞാനെല്ലാം അറിഞ്ഞണേ. കുഞ്ഞമ്മാർ ഒന്നും മിണ്ടിയില്ല. പേനെടുക്കുന്നതിന്റെ തിരക്കിൽ അവൾ മുഴുകി. നന്നായി മോളെ, നീ ഒറ്റാന്തടിയായിട്ട് നരപിടിച്ച് നിന്നു പോകുമോന്ന് ഞാൻ പേടിച്ച്. ഒട്ടൻ നല്ലോനാണ്. ഇവിടുത്തെ ആണുങ്ങളെ പോലെ കണ്ടടം നിരങ്ങുന്നവനല്ല. വേറെ പെണ്ണുങ്ങളെ കയറാൻ പോലുമില്ല. അവൻ നിന്നെ നല്ലോണം നോക്കും. നീ അവനെ നല്ലോണം നോക്കണം. വെള്ളച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ കുഞ്ഞമ്മാറിന്റെ കണ്ണുകൾ നിറഞ്ഞു. പുല്ല് വിരിച്ചു വെച്ചതുപോലെയുള്ള വെള്ളച്ചിയുടെ തലയോടെ അവള് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കരഞ്ഞു. നിന്റെ മുടിയിൽ പേങ്കേറും പെണ്ണെ, വിടണേ. വെള്ളച്ചി പറഞ്ഞതൊന്നും കുഞ്ഞമ്മാർ കേട്ടില്ല. അവള് സ്നേഹത്തിന്റെ പിടിമുറുക്കി. അവളുടെ കണ്ണിലെ കണ്ണീര് മുഴുവനും വാർന്നു പോകുന്നത് വരെ കുഞ്ഞമ്മാർ വെള്ളച്ചി അതുപോലെ ചേർത്ത് പിടിച്ച്. കൊട്ടന്റെ കയ്യും പിടിച്ച് കുഞ്ഞമ്മാർ വെള്ളച്ചിയുടെ ചാപ്പയിൽ നിന്ന് ഇറങ്ങിയപ്പോ കുഞ്ഞമ്മാറിന്റെ വയറ്റില് അമ്പാടി താമസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പാടി പുറത്തു വന്നതിന്റെ കുറച്ച് നാള് കഴിഞ്ഞ് തമ്പായി. അങ്ങനെ അവര് സന്തോഷത്തോടെ കഴിയുന്ന സമയം കൊട്ടനും കുഞ്ഞമ്മാറും മക്കളുമായിട്ട് അവരുടെ കുടിയില് സന്തോഷത്തിന്റെ നാളുകളായി. ഈ സന്തോഷത്തിന്റെ നാളുകൾ അധികം നാള് നീണ്ടു നിൽക്കില്ല എന്ന് പറയില്ലേ? ഏർപ്പിലെ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തില് ചിരികണ്ഠൻ എന്ന ഒറ്റക്കണ്ണൻ കോഴീനെയും കൊണ്ട് പോരിനു പോയ കൊട്ടൻ തിരിച്ചു വന്നത് വേറൊരാളായിട്ടാണ്. കൊട്ടന്റെ ചിരികണ്ണന് ഒരു കണ്ണില്ല. പക്ഷേ പോരിൽ അവൻ ഉശിരനാണ്. പകല് നടന്ന പോരിലൊക്കെ ചിരികണ്ഠൻ പറഞ്ഞു വെട്ടി. ചിരികണ്ഠന്റെ കോഴിവാതയ്ക്ക് അടിപ്പെടാത്ത കോഴികളില്ലായിരുന്നു. ഈ കോഴിവാത എന്ന് പറഞ്ഞ കോഴിയുടെ കാലിൽ കെട്ടിവെക്കുന്ന ഒരു മുള്ള. അതുകൊണ്ടാണ് ഇവർ പോര് നടത്തുന്നത്. കൊട്ടന്റെ കോഴി ജയിച്ച് നിൽക്കുക. അപ്പോ നേരിയോത്തെ ഗോപാലൻ പണിക്കരുടെ വലിയ തൊണ്ടൻ എന്ന കോഴിയുമായിട്ട് ചിരികണ്ഠന് പോര് പറഞ്ഞു വെച്ചിരിക്കുന്ന സമയം കൊട്ടൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി ചിരികണ്ഠനെ അടുത്തുള്ള കവുങ്ങില് കെട്ടിയിട്ടിട്ട് ഷാപ്പില് കുറച്ച് റാക്ക് മോന്താൻ പോയി. ഈ സമയം ഗോപാലൻ പണിക്കരും അയാളുടെ സഹായി അമ്പൂഞ്ഞിയും കൂടി കൊട്ടനോട് ചതി ചെയ്യാൻ തീരുമാനിച്ചു. അവര് കവുങ്ങില് കെട്ടിയിട്ട ചിരികണ്ഠന്റെ അടുത്ത് വന്നു. എന്നിട്ട് ചിരികണ്ഠന്റെ കൊക്ക് രണ്ടും കൂടി കൂട്ടിപ്പിടിച്ചു. കണ്ണ് കാണുന്ന വശത്തുള്ള ചിരികണ്ഠന്റെ ഒരു ചിറക് അവരരിഞ്ഞു. ഷാപ്പിലെ ബഹളത്തിനിടയില് കൊട്ടൻ ചിരികണ്ഠന്റെ കരച്ചിലൊന്നും കേട്ടില്ല.
റാക്കും മോന്തി ഒന്ന് ചൂടായി കൊട്ടൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ കണ്ടത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ചിരികണ്ഠനെയാണ്. ചിരികണ്ഠ! കൊട്ടൻ കരഞ്ഞുപോയി. ഏത് ബോധം വീണ അന്നു മുതല് ഇന്ന് വരെ കരഞ്ഞിട്ടില്ലാത്ത കൊട്ടന്റെ കണ്ണ് നിറഞ്ഞുപോയി. കൊട്ടൻ ഓടി ചിരികണ്ഠന്റെ അടുത്ത് വന്ന് ചിരികണ്ഠനെ കയ്യിലെടുത്തു. ചതിയാണെന്നും ചതിച്ചതാരാണെന്നും കൊട്ടന് മനസ്സിലായി. തോർത്തുകൊണ്ട് ചിരികണ്ഠന്റെ മുറിവ് കെട്ടിയിട്ട് കൊട്ടൻ ചിരികണ്ഠനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അങ്ങനെ പിടിച്ചപ്പോ കൊട്ടന് മനസ്സിലായി, മടങ്ങാം, ഇനി ചിരികണ്ഠൻ അധികമില്ല. കൊട്ടൻ അവിടുന്ന് തിരിച്ചു നടക്കുന്ന സമയത്ത് പരിദേവതയുടെ തെയ്യം മുടി അഴിച്ച് കൊട്ട് ക്ഷേത്രത്തിന്റെ അകത്തുനിന്ന് കേട്ട്. അങ്കത്തട്ടിന് ചുറ്റും ആൾക്കാർ കൂടി. കോഴിപ്പോരിന് സമയമായേ. ആളുകൾ ആർത്തു വിളിക്കാൻ തുടങ്ങി. കൊട്ടന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് ചിരികണ്ഠനും കൊട്ട് കേട്ടെന്ന് തോന്നുന്നു. കൊട്ടന്റെ കയ്യിലൂടെ ചോര ഇറ്റൊലിക്കുന്നുണ്ട്. ചിരികണ്ഠൻ ഒന്ന് പെടഞ്ഞു. ആ ചോരയിൽ വഴുതിയതാണോ എന്നറിയില്ല. ചിരികണ്ഠൻ നിലത്തെത്തി. അവന്റെ മുറിഞ്ഞ ഉടല് മണ്ണിൽ മുക്കിയെടുത്തു. എന്നിട്ട് വേച്ച് വേച്ച് അവൻ അങ്കത്തട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്കത്തട്ടിലേക്ക് നടക്കുമ്പോ പിന്നീന്ന് കൊട്ടൻ വിളിച്ചു, ചിരികണ്ഠ പോണ്ട. പക്ഷെ ആ പിൻവിളി ചിരികണ്ഠൻ കേട്ടില്ല. ചിരികണ്ഠൻ നടന്ന് അങ്കത്തട്ടിലേക്ക് കയറുന്നത് നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. എല്ലാവരും ആർപ്പ് വിളിക്കാൻ തുടങ്ങി. പക്ഷേ ആളുകൾ പന്തയം വെച്ചത് മുഴുവനും ഗോപാലൻ പണിക്കരുടെ വലിയ തൊണ്ടൻ എന്ന കോഴിക്കായിരുന്നു. തോൽക്കുന്നവരും ജയിക്കട്ടെ എന്ന് പറഞ്ഞ് 4 പേര് ചിരികണ്ഠനും പന്തയം വെച്ച്. ചിരികണ്ഠൻ ചോര ഇറ്റിച്ചുകൊണ്ട് അമ്പൂഞ്ഞി ചൂടാക്കി വിട്ട് വലിയ തൊണ്ടന്റെ എതിര് നിന്ന് ആളുകള് ആർത്തു വിളിച്ചു. പോര് തുടങ്ങി. കൊട്ടൻ ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിന്നു. ഉശിരം പോര്. വലിയ തൊണ്ടൻ ചിരികണ്ഠനെ പറന്നും നടന്നും വെട്ടി. പലതവണ കാല് വേച്ച് വേച്ച് ചിരികണ്ഠൻ അങ്കത്തട്ടിൽ വീണു. എന്നാലും അവൻ ഉശിരോടെ എഴുന്നേറ്റ് നിന്നു. പക്ഷേ വലിയ തൊണ്ടന്റെ ഒരു പറന്നു വെട്ടലിൽ ചിരികണ്ഠന്റെ ചുവന്ന കിരീടം മുറിഞ്ഞ് തൊട്ടടുത്തുള്ള കീരിക്കാട്ടിൽ തെറിച്ചു വീണു. ചിരികണ്ഠൻ അങ്കത്തട്ടിൽ മറിഞ്ഞു വീണു. കൊട്ടൻ നെഞ്ചിന് കൈവച്ചിട്ട് വിളിച്ചു, ചിരികണ്ഠ. ആ വിളി കേട്ടിട്ടാണോന്നറിയില്ല, ചിരികണ്ഠൻ തലയൊന്ന് കുടഞ്ഞു. തെച്ചിപ്പൂ തെറിക്കുന്നത് പോലെ അങ്കത്തട്ടില് ചോര ചുറ്റും ചെതറി വീണു. പിന്നെ ചിരികണ്ഠൻ കാറ്റ് പോലെയാണ് പാഞ്ഞു വെട്ടിയത്. വലിയ തൊണ്ടനൊന്ന് കരയണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴുത്തില്ലാണ്ട് എങ്ങനെ കരയാനാ? വലിയ തൊണ്ടന്റെ കഴുത്ത് തെറിച്ച് പുറത്തേക്ക് വീണു. അവന്റെ കരച്ചില് ആ അങ്കത്തട്ടില് വെറും പെടച്ചില് മാത്രമായി അവസാനിച്ചു. ചിരികണ്ഠനും അങ്കത്തട്ടില് മറിഞ്ഞു വീണു. കൊട്ടൻ ഓടി വന്ന് ചിരികണ്ഠനെ വാരി കയ്യിലെടുത്തിട്ട് ഗോപാലൻ പണിക്കരെ അമ്പുഞ്ഞിയെ അങ്കത്തട്ടിൽ വലിച്ചിട്ടിട്ട് വേണ്ടവോളം തല്ലി. കൊട്ട മാപ്പാക്കടാ, തെറ്റുപറ്റിപ്പോയി. അവരുടെ കരച്ചിലിന് മുകളില് കൊട്ടന്റെ കാല് വെന്ന് വീണു. ഗോപാലൻ പണിക്കരുടെ അരക്കെട്ട് ഒടിഞ്ഞു. അമ്പൂഞ്ഞിയുടെ വലത്തെ കൈയിലെ തള്ളവിരല് ചിരികണ്ഠന്റെ കോഴിവാത അരിഞ്ഞെടുത്തു. കിട്ടിയ പന്തയകാശ് മുഴുവനും ഒരു വലിയ തോർത്തിൽ കെട്ടിയിട്ട് ആരോ കൊട്ടന്റെ കാൽക്കൽ കൊണ്ടുവച്ചു.
പക്ഷെ കൊട്ടൻ അതിൽ നിന്നൊരു ചില്ലി കാശെടുത്തില്ല. ചിരികണ്ഠനെ മുറിവിൽ മരുന്ന് വെച്ചിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ചിരികണ്ഠൻ കൊന്ന കോഴികളെ മുഴുവൻ ഒരു കയറിൽ കൊളുത്തി അതവൻ്റെ വലത്തെ തോളിലിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ കൊട്ടൻ്റെ തലയിൽ വിഷാദത്തിൻ്റെ വിഷവിത്തുകൾ മുളച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? വള്ളിയും മുള്ളും പടർന്നു നിന്ന് വേരുകൾ ഇറങ്ങി നിന്ന കാട്ടിലേക്ക് വേഗത്തിൽ നടന്നു പോകുമ്പോൾ കൊട്ടന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളായിരുന്നു. അയാളുടെ രോമക്കാട്ടിൽ തലവെച്ച് കിടന്ന് ചിരികണ്ഠന് കണ്ണിലൊരു വെളിച്ചം. ചിരികണ്ഠന് ജനിച്ച അന്ന് മുതലുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വരാൻ തുടങ്ങി. നമ്മൾ ഓർമ്മയിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങളും, കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുമ്പോൾ അത് മരണത്തിൻ്റെ സൂചനയാണ്. ചിരികണ്ഠൻ്റെ കണ്ണില് ഈരവാൻ തെളിഞ്ഞു വന്നു. ഈരവാൻ ചിരികണ്ഠനെ നോക്കി ചിരിച്ചു. ഈരവാൻ അർജുനന്റെ പുത്രനാണ്. കുരുക്ഷേത്രത്തില് ഈരവാൻ ഒരാൾ ഇറങ്ങി നിന്നാൽ യുദ്ധം അന്ന് അവസാനിക്കുമെന്ന് അർജുനന് നല്ലതുപോലെ അറിയാം, കൃഷ്ണനും നല്ലതുപോലെ അറിയാം. പക്ഷേ ദുഃഖഭാരമില്ലെങ്കിൽ മഹാഭാരതം എന്തിനു കൊള്ളാം? വേദനയാണല്ലോ കഥയുണ്ടാക്കുക. ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ഈരവാനെ യുദ്ധത്തിൽ നിന്ന് വിലക്കി. ആയുധമെടുക്കാൻ പറ്റില്ല, യുദ്ധത്തിൽ ആർക്കും തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഈരവാന് മഹാഭാരത യുദ്ധം വെറുതെ നോക്കിക്കാണാൻ മാത്രമേ അവകാശം. മറിച്ചായാൽ ഈരവാന്റെ തല ചിന്നിച്ചെതറും. ഈരവാൻ കുരുക്ഷേത്രത്തിൽ വന്ന് യുദ്ധം കണ്ടുകൊണ്ടിരിക്കുമ്പോ അലാബുസൻ എന്നൊരു രാക്ഷസൻ പാണ്ഡവർക്ക് നേരെ മരണക്കളി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയം അർജുനൻ തോൽവിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. ഈരവാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അർജുനന്റെ പരാജയം കണ്ട് സഹിക്കാനാവാതെ ഈരവാൻ ശാപം മറക്കും. അച്ഛാ, കുത്തിയിട് കുത്തിയിട് എന്ന് ഈരവാൻ വിളിച്ചു പറയും. അത് കേട്ട് തിരിഞ്ഞു നോക്കിയ അർജുനൻ ശരം കൊണ്ട് അസുരന്റെ തല അറുക്കുമ്പോ കൃഷ്ണന്റെ ശാപം വലിച്ചു. ഈരവാന്റെ തല ചെതറിത്തെറിച്ചു. ഈരവാന്റെ തല ചെതറി വീണ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഓരോ പോരുകോഴികൾ ഉയർകൊണ്ടു. ഈരവാന്റെ പോരാണ് പോർക്കളത്തിൽ ഓരോ പോരുകോഴികളും നയിച്ചത്. ആ ഈരവാൻ ചിരികണ്ഠനെ തൊട്ടു. പൂച്ചമാന്തിയെടുത്ത് ചിരികണ്ഠന്റെ ഇടംകണ്ണിലെ കാഴ്ച തിരിച്ചു വന്നു. ഈരവാൻ ചിരികണ്ഠനെ തൊട്ടു. പോരിനിടയ്ക്ക് കൊഴിഞ്ഞുപോയ അവന്റെ നഖം മുളച്ചു വന്നു. ഈരവാൻ ചിരികണ്ഠനെ തൊട്ടു. അവന്റെ അറുത്തു മാറ്റിയ ചിറക് തളിർത്തു വന്നു. ഈരവാൻ ചിരികണ്ഠനെ തൊട്ടു. കീരിക്കാട്ടിലേക്ക് തെറിച്ചുപോയ അവന്റെ ചുവന്ന കിരീടം സൂര്യനെ മറച്ചു നിന്നു. ഈരവാൻ ചിരികണ്ഠനെ തൊട്ടു. കൊട്ടന്റെ കയ്യിൽ നിന്ന് ഊർന്ന് ചിരികണ്ഠൻ നിലത്ത് വീണു. മരത്തിന്റെ വേരിൽ കാലൂന്നി ചിരികണ്ഠൻ ഈരവാനെ നമസ്കരിച്ചു.
അങ്ങനെ ഒരു കഥയുണ്ട്. ഈ കഥ നമ്മളിന്ന് ഇവിടം വരെ പറയുന്നുള്ളൂ. ഈ നോവല് ഇപ്പോ വിപണിയിൽ ലഭ്യമാണ്. ഷാജികുമാർ എഴുതിയ മരണവംശം. മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് ഈ കഥ കേൾക്കാൻ നമ്മുടെ കൂടെ ഈ കഥാകാരൻ പി വി ഷാജികുമാർ കൂടിയുണ്ട്. ഷാജികുമാറിനെ ഞാൻ സ്നേഹത്തോടെ കൂടി വിളിക്കുകയാണ്. ഷാജി, മരണവംശം എൻ്റെ ആദ്യത്തെ നോവലാണ്. 7 കഥാസമാഹാരങ്ങൾക്കും 3 ഓർമ്മക്കുറിപ്പുകൾക്കും ഒരു ബാലസാഹിത്യത്തിന് ശേഷം വന്ന 12ാമത്തെ പുസ്തകം. ഇത് നേരത്തെ പ്രിയം പറഞ്ഞ പോലെ ഏർക്കാന എന്ന സാങ്കല്പിക ദേശത്തിൻ്റെ കഥയാണ്. 3 തലമുറകളായി പടരുന്ന പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ആഖ്യാനമാണ് മരണവംശം. നോവലിന് പലവിധ വായനകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും ആഗ്രഹിച്ച വായനകളിലൊന്നാണ് ഒരു കഥയുണ്ട് എന്ന പരിപാടിയിലൂടെ മരണവംശം വരണം എന്നുള്ളത്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് മരണവംശത്തിലെ ആദ്യ ഭാഗങ്ങളിലൊന്നാണ് പ്രിയനിവിടെ അവതരിപ്പിച്ചത്. അത് കേൾക്കാൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷമുണ്ട്. മതി. പിന്നെ എനിക്ക് വേറൊരു സംശയം നിന്നോട് ചോദിക്കേണ്ടത്. ആദ്യം ഈ നോവലിന് റാക്ക് എന്നാണ് നീ പേരിട്ടിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്താണിത് മരണവംശം എന്ന് മാറ്റിയത്? ഇതിപ്പോൾ ആദ്യം ഈ നോവൽ എഴുതുന്ന സമയത്ത് ആദ്യത്തെ പ്രതി 620 പേജ് ഉണ്ടായിരുന്നു. പിന്നെ 13 ഡ്രാഫ്റ്റിലാണത് 318 പേജിലേക്ക് ചുരുങ്ങുന്നത്. അപ്പോൾ 3ാമത്തെ ഡ്രാഫ്റ്റ് വരെ റാക്ക് എന്നായിരുന്നു അതിൻ്റെ പേര്. പക്ഷേ 3ാമത്തെ ഡ്രാഫ്റ്റ് കഴിഞ്ഞ് 4ാമത്തേലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം റാക്കിനപ്പുറത്ത് റാക്ക് അതിൻ്റെ പൊതു സ്വഭാവത്തിന് ചേരുന്നില്ല എന്നെനിക്ക് തോന്നി. മരണത്തിനോട് തുടർച്ചകൾ ഉണ്ടാവുന്നു. അപ്പോൾ അതിന് പകരം ഏത് പേര് വേണം എന്നുള്ള നിരന്തരമായ ആലോചനകൾക്ക് ശേഷമാണ് മരണവംശം എന്ന വംശങ്ങൾ കടന്നു പോകുന്ന ഒരു കഥ കൂടിയാണ്. അതെ. അത് ആ പേരുണ്ടാവുന്നതിന് പിറകിൽ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അതെന്ന് വെച്ചാൽ പല പേരുകൾ ഞാൻ പല പേരുകൾ നമ്മൾ ഇട്ടു നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയായിട്ടുള്ള മനീഷ പറയുന്നു, വല്ലാത്ത മരണങ്ങളാണല്ലോ, അത്രയും മരണങ്ങളുണ്ടല്ലോ. അപ്പോൾ താഴെ എൻ്റെ മോള് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് നിലത്തിരുന്ന്. അപ്പോൾ അവൾ പറയുന്നു, എന്നാൽ അച്ഛാ മരണത്തിൻ്റെ പുസ്തകം എന്നിട്ടൂടെ എന്ന് ചോദിക്കും. മോളുടെ സജഷൻ അല്ല, ആ മരണത്തിൻ്റെ പുസ്തകം ഇട്ടൂടെ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നിന്നാണ് മരണവംശം എന്ന പേര് മനസ്സിലേക്ക് വരുന്നത്.